അഷ്ടമുടി കായൽ സംരക്ഷണത്തിൽ നിലപാട് ഹൈക്കോടതി കടുപ്പിക്കുന്നു. തണ്ണീർത്തട സംരക്ഷണ കമ്മിറ്റി രൂപീകരിക്കാത്തതുകൊണ്ടാണ് സർക്കാരിന് വിമർശനം ഏൽക്കേണ്ടി വന്നപ്പോൾ കോടതിയിൽ നിന്ന് വിശദീകരണം നാളെ തന്നെ അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി കൊച്ചിയിൽ നിന്ന് ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, പറഞ്ഞോളൂ. ഈ കേരള ടൂറിസത്തിന്റെ ഒരു തിലകക്കുറി തന്നെയാണ് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലൂടെയുള്ള ആ ഗ്രാമഭംഗി ആസ്വദിച്ചൊക്കെയുള്ള കായൽ യാത്ര എത്രയോ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ അഷ്ടമുടി കായൽ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് സർക്കാരിന്റെ ഭാഗത്ത് അതിനൊരു വേഗതയില്ല, അല്ലെങ്കിൽ അതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു വിമർശനമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ തണ്ണീർത്തട ഭൂമി സംരക്ഷിക്കുക, ഒപ്പം തന്നെ കായൽ മലിനമാകുന്നു, അതിലെ കയ്യേറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒഴിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ കായൽ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടപടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകനാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയത്. ഈ പൊതു താൽപര്യ ഹർജി ഇതിനു മുൻപ് പരിഗണിച്ച ഹൈക്കോടതി എത്രയും വേഗം ഇതൊരു തണ്ണീർത്തട കൂട്ടായ്മ തന്നെ രൂപീകരിച്ച് അതിന്റെ നടപടികളിലേക്ക് കടക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിന് ആ ഒരു ഗൗരവം നൽകിക്കൊണ്ട് സർക്കാർ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. നാളെ തന്നെ ഇതിലൊരു വിശദീകരണം നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആ വകുപ്പിന്റെ സെക്രട്ടറി അത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാവുകയും അതിൽ ഒരു വിശദീകരണം നൽകുകയും വേണമെന്നുള്ളതുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിലൊരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.